നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി അന്വേഷണം വിദേശത്തേക്കും നീളുമ്പോൾ ലക്ഷ്യം വീണ മാത്രമല്ല പിണറായി വിജയനും. മുഖ്യമന്ത്രിയുടെ ദുബായ് യാത്ര എല്ലാ കാലത്തും വിവാദത്തിലാണല്ലോ. പിണറായി വിദേശത്ത് പതുക്കിയ സമ്പത്ത് തൂക്കാൻ ED, CBI ഇറങ്ങിയെന്ന് സംഘപരിവാർ ഗ്രൂപ്പുകൾ ആഘോഷിക്കുന്നു. കാലങ്ങളായി മുഖ്യമന്ത്രിയുടെയും മകളുടെയും വിദേശയാത്രകളിൽ ആരോപണങ്ങൾ പുകയുന്നത്. വിദേശയാത്ര പുറപ്പെടുന്ന പിണറായി പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരികെ എത്തുമ്പോഴോ ദുബായിൽ ഒന്നിറങ്ങും. ദുബായിൽ ഇറങ്ങാതെ പിണറായിക്ക് ഒരു വിദേശ യാത്രയില്ല. കേരളത്തിൽ നിന്ന് കട്ടതെല്ലാം ദുബായിൽ പൂഴ്ത്തിയെന്നാണ് ആരോപണം. വീണയുടെ മാസപ്പടി കേസിൽ SFIOയ്ക്ക് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഈ ഘട്ടത്തിലാണ് ED കളത്തിലേക്ക് ഇറങ്ങുന്നത്. പിണറായിയും മകളും ചേർന്ന് പാർട്ടിയുടെ മാനം കളഞ്ഞുവെന്നാണ് പാർട്ടിക്കാർ ആരോപണം ഉന്നയിക്കുന്നത്. CPMനുള്ളിൽ തന്നെ പിണറായി വിരുദ്ധർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാം തവണ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിവലിയുമായി പിണറായി നിൽക്കില്ല. പതിയെ ഉൾവലിയും, പിന്നീട് കുടുംബത്തോടെ വിദേശത്തേക്ക് പറക്കുമെന്ന്. അതിൻ്റെ തെളിവാണ് മകൾ വീണ മാസപ്പടി കേസ് വന്നതിന് പിന്നാലെ ബംഗളൂരുവിലെ കമ്പനിക്ക് ഷട്ടറിട്ടത്. പാർട്ടിയെ പറ്റിച്ചുണ്ടാക്കിയ മുതല് ഗൾഫിൽ പലയിടത്തായി നിക്ഷേപിച്ച പിണറായി ശിഷ്ടകാലം വിദേശത്ത് കഴിയുമെന്നും ചില നേതാക്കൾ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നതാണ്. മാത്രമല്ല, മകൾക്കെതിരായ കേസ് മുറുകിയാൽ പിണറായി വീണ വിജയനെ ദുബായിലേക്ക് കടത്തുമെന്നും ആക്ഷേപമുണ്ട്. സർക്കാർ പദ്ധതികൾ വിദേശ കൺസൾട്ടൻസികൾക്ക് പോയതിൽ ഉൾപ്പെടെ എത്രയോ ആരോപണങ്ങൾ പിണറായിക്കെതിരെയുണ്ട്. സ്പ്രിംഗ്ലർ, ലൂയിസ് ബർഗർ തുടങ്ങി വിദേശ കമ്പനികളുമായി വിവാദ കരാർ ഉണ്ടാക്കി പിണറായി കോടികളുടെ അഴിമതി നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൊട്ടിച്ച ബോംബ് മലയാളികൾ മറന്നിട്ടില്ലല്ലോ. ഈ കരാറുകളിൽ വീണയ്ക്കും കമ്പനിക്കും പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നു വന്നതാണ്. ഇങ്ങനെ കോടാനുകോടികളുടെ അഴിമതികൾ നടത്തി ആ സമ്പാദ്യം വിദേശത്ത് തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം പോലും പറയുന്നു. ഇപ്പോൾ വീണയെ തൂക്കാൻ വന്ന SFIO EDക്ക് വഴി തുറന്നു കൊടുത്തു. ED തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ സമ്പത്തളക്കാൻ വിദേശത്തേക്കും. ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം കളിയാണെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു സീറ്റ് പിടിക്കാനുള്ള BJPയുടെ ഗിമ്മിക്കാണെന്ന്. സത്യസന്ധമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി ഇറങ്ങിയതെങ്കിൽ അച്ഛനും മകളും ഇപ്പോൾ വിലങ്ങിട്ട് ജയിലിൽ കിടന്നേനെയെന്ന് മലയാളികൾ പറയുന്നു. ഇത് വെറുതെ കേന്ദ്ര സർക്കാരിൻ്റെ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നതിന് തുല്യമുള്ള കളിയാണെന്നും പറയുന്നുണ്ട്. വീണ വിജയനും പിണറായി വിജയനും എല്ലാ കാലത്തും വിവാദത്തിലാണ്. അഴിമതി നടത്തുന്നതിന് വേണ്ടി അച്ഛൻ പദ്ധതികൾ ഉണ്ടാക്കുമെന്നും അത് മകളുടെ കമ്പനിക്ക് കൊടുക്കുമെന്നും ഈ വഴി തായ്ക്കണ്ടിയിലേക്ക് കോടികൾ എത്തുന്നുവെന്നുമാണ് പരാതി. CPM എന്ന പാർട്ടി വിറ്റുതൊലച്ച് തായ്ക്കണ്ടിയിൽ കുടുംബം വികസിച്ചുവെന്നാണ് കൂടെയുള്ളവർ പോലും ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്നാൽ എപ്പോൾ വിവാദം വന്നാലും പിണറായി വിജയൻ പറയുന്ന ഒരു ഡയലോഗ് മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ് എന്നാണ്. തന്നെ വേട്ടയാടുന്നതിനു വേണ്ടി മകളെ കരുവാക്കുന്നു എന്നൊക്കെയുള്ള ഇരവാദം മുഴക്കലാണ് പിണറായിയുടെ സ്ഥിരം ഏർപ്പാട്. എന്നാൽ വീണ വിജയന് നേരെ മാത്രം ഇത്രത്തോളം വിവാദം എങ്ങനെ ഉയരുന്നു? അഴിമതി ആരോപണങ്ങൾ എങ്ങനെ ഉയർന്നു വരുന്നു? കേരളത്തിലെ എത്രയോ CPMൻ്റെയും കോൺഗ്രസിൻ്റെ ആണെങ്കിലും BJP നേതാക്കളുടെയും ഒക്കെ മക്കളുണ്ട്. അവർക്ക് നേരെയൊന്നും ഇത്രത്തോളം അഴിമതി ആരോപണങ്ങൾ ഇല്ല. പക്ഷേ വീണ വിജയന് നേരെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അഴിമതി ആരോപണം വരുന്നുവെന്നാണ് CPM പറയുന്നത്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വീണയ്ക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ വരുന്നത് അതിൽ എന്തൊക്കെയോ ഒരു പങ്ക് വീണയ്ക്കും വീണയുടെ കമ്പനിക്കും ഉള്ളതുകൊണ്ടാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് വരെ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി തകർന്നടിഞ്ഞു കിടന്നതാണ്. എന്നാൽ പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത് കസേരയിൽ കയറിയതിന് പിന്നാലെ വെച്ചടി കയറ്റമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കമ്പനിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് നമ്മൾ ആരും മറന്നിട്ടില്ല. ചിരിയോടുകൂടി അത് നമ്മൾ ഓർക്കാറുണ്ട്. മകൾ അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് ബംഗളൂരുവിൽ IT കമ്പനി തുടങ്ങിയതാണെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാണോ? പിണറായി എന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴങ്ങാൻ പാർട്ടിയിലുള്ളവരുണ്ടാകും. എന്നാൽ മലയാളികൾ മുഴുവൻ അങ്ങനെ അന്തം കമ്മികളല്ല എന്ന് ഓർക്കുക. സ്വർണ്ണക്കടത്ത് കേസിന്റെ ആരോപണം വന്നപ്പോഴും AI ക്യാമറയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോഴും അതിലെല്ലാം വീണ വിജയനും അതുപോലെ തന്നെ വീണയുടെ കമ്പനിയും ഉണ്ടായിരുന്നു. മുൻപ് സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു വിവരം ഓർക്കുന്നില്ലേ? മകളുടെ സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടി പിണറായി കേരളം കട്ടുമുടിക്കുകയാണെന്ന്.
മലയാളികൾക്കറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ടെന്നും കേരളം മുഴുവൻ വിറ്റ് തിന്നുകയാണ് അച്ഛനും മകളും, കോടാനുകോടികളുടെ സമ്പാദ്യമാണ് വിദേശത്ത് പതുക്കിയതെന്നും ഇതിനെക്കുറിച്ചൊന്നും പാർട്ടിക്കാർക്ക് പോലും അറിവില്ല എന്നും എന്തെങ്കിലും ഒരു വിവരം മാധ്യമങ്ങൾ പോലും അങ്ങനെ പറയാറില്ല എന്നുമുള്ള സ്വപ്ന സുരേഷിന്റെ വാദങ്ങൾ ഓർക്കുന്നില്ലേ? ഇത്രത്തോളം ആരോപണങ്ങൾ ശക്തമായി വന്നിട്ടും വീണ വിജയനെ വിലങ്ങണിയിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ല. ഈ അടുത്ത് പിണറായി വിജയൻ KV തോമസിനെയും കൂട്ടി ഡൽഹിയിലെ കേരള ഹൗസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോയത് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും അപേക്ഷിക്കാനല്ല, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ സമരം കിടക്കുന്ന ആശാവർക്കർമാർക്ക് വേണ്ടിയല്ല. മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി നിർമ്മല സീതാരാമന്റെ കാല് പിടിക്കാൻ പോയത്. കാരണം ധനമന്ത്രാലയത്തിന് കീഴിലുള്ള കമ്പനികാര്യ മന്ത്രാലയമാണല്ലോ വീണയെ പൂട്ടാനിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മല സീതാരാമന്റെ കാല് പിടിക്കാൻ പോയതും. അല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടിയല്ല പിണറായി പോയത്. തൈക്കണ്ടിയിൽ വീണയ്ക്കെതിരായ SFIO കുറ്റപത്രത്തിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതിന് പിന്നിൽ ദുബായിലെയും കാനഡയിലെയും ഇടപാടുകൾ കൂടി പരിശോധിക്കാൻ വേണ്ടിയാണ്. കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് 2.25 കോടി രൂപയോളം നൽകിയെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ ഗൾഫിലെ ബാങ്കിലെ ഇടപാടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ നിയമപരമായ പരിമിതികൾ SFIOയ്ക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിപുലമായ അന്വേഷണത്തിനുള്ള നീക്കം നടക്കുന്നത്, അതായത് ED കളത്തിലേക്ക് ഇറങ്ങിയത്. മാസപ്പടി ഇടപാട് അഴിമതിയാണെന്ന നിഗമനവും SFIO കുറ്റപത്രത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും വരും. ED അന്വേഷണം ഏറ്റെടുത്ത് പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ മാത്രമേ CBI എത്തൂ എന്നും സൂചനകളുണ്ട്. ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യ വിവാദം. പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായെങ്കിലും ഇത് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് ലാവ്ലിൻ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനിയുണ്ടെന്ന വിവരം പുറത്തു വന്നത്. മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക് കമ്പനി വീണ പൂട്ടിയിരുന്നു. ഇതും വിവാദത്തിലായി. വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ആരോപണം ഉന്നയിച്ചത്. കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയതോടെയാണ് കളി കാര്യമായതും 8ന്റെ പണി വരുന്നുണ്ടെന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടതും. SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്നും ഷോൺ ആരോപണം ഉന്നയിച്ചിരുന്നു. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിൽ ആകെ 13 പ്രതികളാണുള്ളത്. കേസിൽ വീണ വിജയൻ 11ാം പ്രതിയാണ്. CMRL MD ശശിധരൻ കർത്തിയാണ് കേസിൽ 1ാം പ്രതി. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. 114 രേഖകളും 72 സാക്ഷികളും SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ നമ്പറിട്ട് പരിഗണിക്കും എന്നാണ് വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് EDയും നടപടികൾ മുറുക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടെ കേസ് തേച്ചു മായ്ച്ചു കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടുമെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നേരത്തെ മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്.